ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് ഇന്നത്തെ ഡിന്നറിന് ചപ്പാത്തിക്ക് ഒരു കറി വെക്കുകയാണ്. തോഫു എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടാണ് കറി വെക്കുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ തോഫു എന്ന് പറയുന്നത് ഇതാണ് സംഭവം. പനീർ പോലെ തന്നെയാണ്. ഇത് സോയാബീൻസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇത് നല്ല പ്രോട്ടീൻ, ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം ഉണ്ട്. നല്ല പക്ഷെ ടേസ്റ്റ് വന്ന് പനീർ കറിയുടെ അത്ര ടേസ്റ്റ് നമുക്ക് തോന്നൂല. പക്ഷെ ഗുണം ഭയങ്കരമാണ്. അതിനേക്കാളും പനീറിനേക്കാളും എത്രയോ ഇരട്ടി ഗുണമുള്ള സാധനമാണ് ഈ തോഫു. തോഫു ഇങ്ങനെയാണ് കിട്ടുന്നത്. TOFU ഇങ്ങനെയാണ് സംഭവം. അപ്പൊ ഇത് നമുക്കൊന്ന് കറി വെക്കുന്നത് കാണാം. അപ്പൊ ഇത് ഒരു ഇങ്ങനെ ഉപ്പ് പുളിയൊന്നും ചേർക്കില്ല. ഉപ്പ് ഈ സോസ് ഒക്കെ ചേർന്നാലും ഒന്നും അതിൽ പിടിക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇതുപോലെ വെച്ച് തിളപ്പിച്ച്, ഉപ്പിട്ടാണ് തിളപ്പിക്കുന്നത്. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഉപ്പിട്ട വെള്ളമാണ്. അപ്പൊ നമുക്ക് ഈ തോഫ് ഇതിലോട്ട് ഇറക്കാം. ഇതിൽ കിടന്ന് നല്ലോണം 10 മിനിറ്റ് വെട്ടി തിളക്കട്ടെ. 10 മിനിറ്റ് വെട്ടി തിളച്ച തോഫുവിനെ നമ്മൾ എടുത്ത് ഇതിലോട്ട് വെച്ച് വെള്ളം വാർന്നു പോകാനായിട്ട് അരമണിക്കൂർ ഇതിൽ പ്രസ് ചെയ്ത് വെച്ചിരുന്നു. ഇത് പനീർ ഉണ്ടാക്കുന്ന സാധനമാണ്. വെള്ളം വാരാനായിട്ട് ഇങ്ങനെ വെച്ചിരുന്നു. ഇതിനെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ തോഫുവിൻ്റെ കട്ട് ചെയ്ത പീസസ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് സോൾട്ട് എടുത്തിട്ടുണ്ട്, പെപ്പർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, കോൺ സ്റ്റാർച്ചാണിത്, അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഡാർക്ക് സോയാ സോസാണ് വേണ്ടത്. അതും 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഒന്നിൽ കൂടുതലായി, ഇതിൽ കുറച്ച് വീണിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കുറച്ച് ഇതിൽ ആയിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ. ഇതിനെ നമുക്ക് ഒന്നിങ്ങനെ കുഴച്ചിട്ട് ഇത് പുരട്ടി വെക്കാം. തിളച്ച വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഇനി ഇത് പൊടിഞ്ഞു പോകത്തില്ല. ഇല്ലെങ്കിൽ പനീർ പോലെയല്ല, തോഫ് പെട്ടെന്ന് പൊടിയും. ഈ പാത്രം വോക്ക് എന്നാണ് ഈ പാത്രത്തിന്റെ പേര്. ഇത് ചൈനീസ് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്ന പാത്രമാണ്. അവരെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെയൊക്കെ ആക്കിയെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു പാത്രമാണ്. അപ്പൊ അതിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഞാനിത് അവക്കാഡോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇത് കഴിഞ്ഞിട്ട് സവാള ഇടാം. ഇത് 1 സവാളയാണ്. 5 അല്ലി വെളുത്തുള്ളി, 1 സവാളയും, പിന്നെ 1.5 ക്യാപ്സിക്കം. ഇത് 1.5 ക്യാപ്സിക്കം. ഇതിന് 10 മിനിറ്റ് നമുക്ക് ഒന്ന് വശത്തിയെടുക്കാം. ഇത് വെജിറ്റബിൾ വഴണ്ട് കഴിഞ്ഞു. തോഫു നമ്മൾ അരമണിക്കൂർ ആയിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിന് തോഫുവിന് ഫാറ്റ് വളരെ കുറവാണ് കേട്ടോ. വളരെ നല്ലതാണ് നമുക്കൊക്കെ, പ്രായം ചെന്നവർക്ക്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ തോഫുവിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയി കഴിഞ്ഞു. ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, സോയാ സോസ് അല്ല, സോയാ സോസ് ആദ്യം ചേർത്തല്ലോ. ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ. ഞാൻ എടുത്തു വെച്ചത് 1.5 ഉണ്ടായിരുന്നുള്ളൂ. മതി, ധാരാളം. അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക, നല്ലവണ്ണം ഒന്ന് ഇളക്കുക. അങ്ങനെ നമ്മുടെ ചില്ലി തോഫു റെഡി ആയി കഴിഞ്ഞു. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര ഈസി അല്ലേ. ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി നാളെ കാണാം.